നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗർഭിണികൾ സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങാറില്ല. അപ്പോഴാ രാത്രി നിറവയറുമായിട്ടുള്ള ഈ പെണ്ണിനെ അതിന്റെ കൂടെ ഒരു ഓട്ടവും ചാട്ടവും. നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കൂന്ന് കരുതിയല്ലേ ഞാൻ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് പോയത്. സ്വന്തം മകളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരമ്മ എന്ന നിലയിലുള്ള പിടിപ്പും കൂടി വേണം. അത് ഇങ്ങനെയാണോ ഗർഭിണിയായ ഒരു കുട്ടിയെ നോക്കുന്നത്? അല്ല സത്യമെന്താ ഈ സമയത്ത്? ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. പകല് വരേണ്ടതായിരുന്നു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ തിരക്കിപ്പെട്ടു പോയി. അങ്ങനെ സമയം പോയി. അല്ല മറ്റന്നാളല്ലേ ഡേറ്റ്? ഇന്ന് തന്നെ പോണോ? ആ ഇത് തന്നെ ശാരദാമ്മയെ ഞാൻ നിങ്ങളുടെ പിടിപ്പുകേടിന്റെ കാര്യം പറഞ്ഞത്. ഡോക്ടർ പറയുന്ന സമയത്തൊന്നും ആവണമെന്നില്ല പ്രസവം. വേദന എങ്ങാനും നേരത്തെ വന്നാലോ? ശാരദാമ്മേ, നിങ്ങൾ എന്റെ മകൾ പ്രീതിയുടെ ഇടയ്ക്ക് ഏറെ പ്രസവം എടുത്തിട്ടുണ്ട്, അത് സമ്മതിച്ചു. പക്ഷേ അത് വേറൊരു നിർവാഹമില്ലാത്ത ഘട്ടത്തിലാ. ഇന്നത്തെ കാലത്ത് വീട്ടിലൊന്നും പ്രസവം എടുക്കാൻ പറ്റില്ല. അതിനുള്ള ആധുനിക സൗകര്യങ്ങൾ ഹോസ്പിറ്റലുകളിലുണ്ട്. അതെ, അടുത്തിടെ വീടിനുള്ളിൽ പ്രസവം എടുക്കാൻ ശ്രമിക്കുമ്പോ ഒരമ്മയും കുഞ്ഞും മരിച്ചു. ഭർത്താവിനും വീട്ടുകാർക്കും എതിരെയാ കേസ്. അല്ലെങ്കിലും വീട്ടിൽ പ്രസവിക്കേണ്ട കാര്യമൊന്നും ഇവൾക്കില്ല. ഇവളെ എന്റെ മരുമകളാ. സത്യഭാമയുടെ പേരക്കുട്ടി പിറക്കേണ്ടതേ ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലില്. എന്നാ നമുക്ക് പോവാം ശാരദാമ്മേ. അല്ല ഞാൻ വരണോ? പിന്നല്ലാതെ മകളുടെ പ്രസവത്തിന് അമ്മ അടുത്ത് വേണ്ടേ? അത് അല്ല വാ മോളെ. അല്ല സത്യമേ, ഞാനേ പിന്നാലെ വന്നോളാം. അതെന്തിനാ രണ്ടായിട്ട് ഒന്നിച്ചു വയ്ക്കൂടെ? അയ്യോ, നല്ല പഴക്കോളും ഉണ്ട്. അത് സത്യമേ, കുഞ്ഞേച്ചി തനിച്ച? അതെ. അല്ല പറഞ്ഞതുപോലെ ശാലിനി എവിടെ? ശാലിനി കുളിക്കുക. അവളൊന്ന് ഇറങ്ങിക്കോട്ടെ സത്യമേ, രാത്രിയല്ലേ. ഞാന് അവളോട് പറഞ്ഞിട്ടേ ശാന്തിയോ മറ്റും കൂട്ടിരുത്തിയിട്ട് വരാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. മോളെ നീ വാ. ഈ താക്കോൽ അമ്മയ്ക്ക് എങ്ങനെ കൊടുക്കും? സത്യാമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നി ഹോട്ടലിലേക്ക് ചെന്നാൽ മൊത്തം പൊളിയും. ദൈവമേ, താക്കോൽ അവളുടെ കയ്യിലാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.